ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഉത്തരം ഹിരോഷിമ, നാഗസാക്കി. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏത്? ഉത്തരം ഹിരോഷിമ. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം? ഉത്തരം അമേരിക്ക. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത്? ഉത്തരം ലിറ്റിൽ ബോയ്. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? 1945 ഓഗസ്റ്റ് 9. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത്? ഉത്തരം ഫാറ്റ്മാൻ. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? ഉത്തരം യുറേനിയം 235. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത്? ഉത്തരം എനോള ഗേ. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടകാത്മക വസ്തു ഏത്? ഉത്തരം പ്ലൂട്ടോണിയം 239. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? ഉത്തരം പോൾ ഹാർബർ തുറമുഖം. ആറ്റം ബോംബിന്റെ പിതാവ് ആര്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഹിരോഷിമ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത്? ഉത്തരം ബോസ്കർ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം ഏത്? ഉത്തരം പൊക്രാൻ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരെന്ത്? ഉത്തരം ഹിബാകുഷ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത്? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെടുന്നത് ഏതു രഹസ്യ പേരിലാണ്? ഉത്തരം ട്രിനിറ്റി. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ്? ഉത്തരം 1945 ജൂലൈ 16. സഡാക്കോ കൊക്കുകൾ എന്തിന്റെ പ്രതീകമാണ്? ഉത്തരം സമാധാനം. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത്? ഉത്തരം UNO, ഐക്യരാഷ്ട്ര സംഘടന. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാ രാമണ്ണ. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഹാരി എസ് ട്രൂമാൻ.